മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മോഹിനി ഇങ്ങനെ പറയണം കേട്ടോ, നിങ്ങൾക്ക് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാകും, ആ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാവും. അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോഴാണ് ആ അമ്മ സത്യമായിട്ടും പറയുന്നത്, അത് നിയോഗമാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. അതേസമയം കണ്ണൻ പറയും, ഞാൻ ഈ ഇടയ്ക്ക് ഒരു സ്വപ്നം കണ്ടു അമ്മേ. ഞാൻ പക്ഷേ മഹിയോട് പറഞ്ഞില്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ സ്വപ്നം കാണാറുള്ളതല്ല, ഈ ഇടയ്ക്ക് ഇങ്ങനെ സ്വപ്നം കണ്ടു. ആ ആക്സിഡൻറ്റിനെ പറ്റിയിട്ടാണ് സ്വപ്നം കണ്ടിരിക്കുന്നത്. ആ ആക്സിഡൻറ്റ് സമയത്ത് എൻ്റെ കയ്യിൽ ആ അയ്യപ്പ വിഗ്രഹം ഉണ്ടാവുകയും അവിടുന്ന് ഞാൻ എണിച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ കുറേ കുഞ്ഞുങ്ങളും എല്ലാം കൂടിയിട്ട് എന്തോ ഒരു സ്വപ്നം കണ്ടു. ഇപ്പോഴെനിക്കും ഒരു പ്രതീക്ഷയുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അത് കേൾക്കുമ്പോൾ മഹി പറയണ, എന്തായാലും ശരി കണ്ണേട്ടാ, ആ അമ്പലത്തിലേക്ക് നമുക്കൊന്ന് പോവാം, എനിക്കെന്തോ ആ അമ്മയുടെ അടുത്തേക്ക് ഒന്ന് പോകണം എന്ന് തോന്നുകയാണ്. നമുക്ക് എന്തായാലും വേഗം റെഡിയായിട്ട് ആ അമ്പലത്തിലേക്ക് പോകാം എന്നിങ്ങനെ മഹി കണ്ണനോട് പറയണം കേട്ടോ. ശരി, എന്തായാലും ശരി, നിങ്ങൾ പോയി വരൂ എന്നിങ്ങനെ പറയണം. അതേസമയം മാർക്കോടെ അടുത്ത് അഡ്വക്കേറ്റ് പോയിട്ട് പറയണേ, എന്താടാ ചെയ്യുക, ഒരു വഴിയില്ലല്ലോ ജാമ്യത്തിന് ഇറങ്ങാൻ എന്നിങ്ങനെ പറയണം. അതെനിക്ക് മനസ്സിലായി സാറേ, അവർ വന്നത് എന്നെ വേണം പോലെ, അതാരാണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരാൾ വന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു, അവൻ ആരാണെന്ന് എനിക്കറിയില്ല, അവൻ്റെ ആൾക്കാർ ആരെയാണ് ഞാൻ ഇരുട്ടടി അടിച്ചത്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നിങ്ങനെ പറയണം. എന്തായാലും ശരി, പെണ്ണുങ്ങളുടെ കേസല്ലേ, അതുകൊണ്ടാണ്, നീ ആർക്കും ഇന്നേ വരെ ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് ശരിയാണ്, ആ പെണ്ണുങ്ങളുടെ കേസായ കാരണം തന്നെയാണ് ഇത്ര പ്രശ്നം. അവൻ എന്തായാലും എന്നെ വേണം പറഞ്ഞിട്ട് കുടുക്കിയതാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് പറയുകയാണ്. എന്തായാലും ശരി, ഞാൻ നാളെ മറ്റന്നാളെ വരെ എന്തായാലും നോക്കാം എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം അവർ പോവുകയാണ് കേട്ടോ. പിന്നീട് മഹിയും കണ്ണനും കൂടി അമ്പലത്തിലേക്ക് പോവുകയാണ്. കണ്ണനോട് പറയുന്നുണ്ട്, കണ്ണൻ പറയുന്നുണ്ട്, അനന്ത് വന്നപ്പോൾ ഞാൻ എടുത്തിട്ട് എന്നെ കൊണ്ടുപോയിരുന്നു, ഇപ്പോഴതിന് വഴിയില്ലല്ലോ, എന്തായാലും ശരി, ഞാൻ പുറത്തിരുന്നിട്ട് പ്രാർത്ഥിക്കാം, താൻ പോയി തൻ്റെ കാര്യങ്ങളെല്ലാം പറയുക എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മഹി പറയുന്നുണ്ട്, എന്നാൽ ഡ്രൈവറോട് പറയാം എന്ന് പറയും. വേണ്ട, ഞാൻ പുറത്തിരുന്ന് പറയാം, താൻ എന്തായാലും ശരി സ്വസ്ഥമായി പോയി പറയും, തൻ്റെ കാര്യങ്ങൾ പറയും. അത് കേൾക്കുമ്പോൾ മഹി പറയും, എനിക്ക് ആരെ കാര്യങ്ങളാണ് പറയാനുള്ളത്, എൻ്റെ കണ്ണേട്ടൻ്റെ കാര്യങ്ങൾ, പിന്നെ ഇപ്രാവശ്യം ആ മാർക്കോയുടെ കാര്യം കൂടി പറയണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മഹി അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കണ്ണേട്ടൻ്റെ ഇടത് കാലം കൂടി ശരിയാവണേ, എൻ്റെ കണ്ണേട്ടനെ നിറയെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരണേ, കുഞ്ഞുങ്ങളോട് കൂടി ഞങ്ങൾക്ക് അമ്മ പറഞ്ഞ പോലെ തന്നെ സൗഭാഗ്യങ്ങൾ തരണേ എന്നിങ്ങനെ എല്ലാം മഹി ഇങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ. അതേസമയം മാർക്കോയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്, അതാരാണെന്ന് അറിയില്ല, ആ ചെറുപ്പക്കാരന് നല്ലത് വരുത്തണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മഹി അമ്പലത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം കണ്ണൻ പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മോനെ എന്നൊരു വിളി കേൾക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ ആ അമ്മയായിരിക്കും കേട്ടോ. ആ അമ്മയോ എന്നിങ്ങനെ ചോദിച്ചിട്ട് നമ്മുടെ കണ്ണനാകെ അതിശയിക്കുകയാണ് കേട്ടോ. മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, ഞാനും മഹിയും കാണുന്നത് ഇതേ അമ്മയാണോ എന്ന് ഇന്ന് എന്തായാലും ഉറപ്പിക്കണം എന്നിങ്ങനെ വിചാരിക്കണം കേട്ടോ. അതേസമയം മഹിയുടെ കണ്ണനോട് ആ അമ്മ അങ്ങനെ സംസാരിക്കണം. അതേസമയം എൻ്റെ ഭാര്യ വന്നിട്ടുണ്ട്, അകത്ത് പോയിരിക്കുകയാണ്, എൻ്റെ ഭാര്യയ്ക്കും അമ്മയെ കാണണമെന്നാ. അതിനെന്താ കാണാമല്ലോ, അമ്മയെ ഞാൻ ഫോട്ടോ എടുത്തു പക്ഷെ കണ്ടില്ല എന്നിങ്ങനെ പറ. അതെനിക്കറിയില്ല മോനെ, അതെന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മോനെ രക്ഷിച്ചില്ലേ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ഒരാപത്ത് പെട്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയും. ഏത് ചെറുപ്പക്കാരൻ, ഈ ഇടയ്ക്ക് രക്ഷിച്ചില്ലേ, ആ മാർക്കോയാണ് ആ ചെറുപ്പക്കാരൻ ഒരു അപകടത്തിൽ പെട്ടിരിക്കുകയാണ്, മോനെ കൊണ്ട് പറ്റുന്ന സഹായം മോൻ ചെയ്യണം, മോനെ സഹായിച്ചവരെ മോൻ സഹായിക്കാതിരിക്കരുതല്ലോ, എന്തായാലും മോൻ സഹായിക്കണം എന്നിങ്ങനെ ആ അമ്മ പറയണം കേട്ടോ. അതിനുശേഷം അത് ആരാണ്, എന്താണ് അവൻ എവിടെയാണ് എന്താണെന്നെല്ലാം കണ്ണൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ പറയില്ല, അത് വഴിയെ തെളിയും മോനെ എന്നിങ്ങനെ ആ അമ്മ പറയണം കേട്ടോ. അതിനുശേഷം 1 രൂപ തരൂ എൻ്റെ മോനെ, എൻ്റെ ഈ താരം നീട്ടിയിട്ടായി അമ്മ പറയണം കേട്ടോ. അതേസമയം അയ്യോ അമ്മ, എൻ്റെ കയ്യിൽ 1 രൂപയൊന്നും ഇല്ല, ഞാനിപ്പോൾ പൈസയൊന്നും കയ്യിൽ കരുതണില്ലല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ആ 1 രൂപ പോക്കറ്റിലുണ്ടാവും, മോനൊന്ന് നോക്കിക്കേ എന്നിങ്ങനെ പറയണം കേട്ടോ. ആ അമ്മ പറയും. എന്നാലും കണ്ണൻ വെറുതെ പോക്കറ്റ് തപ്പി നോക്കുമ്പോൾ 1 രൂപ കിടക്കുന്നുണ്ടാവും കേട്ടോ. ആ 1 രൂപ കണ്ണനെ എടുത്തിട്ടിട്ട് കണ്ണനെ ആകെ അന്തം വിട്ടിട്ട് നോക്കുകയാണ് കേട്ടോ. ഈ 1 രൂപ എങ്ങനെ വന്നു എന്ന് കണ്ണൻ എത്ര ആലോചിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ. അതേസമയം കണ്ണൻ ആ പഴയ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ആ പോക്കറ്റിൽ നിന്ന് കണ്ണന് ആ അയ്യപ്പ വിഗ്രഹം കൊടുക്കുമ്പോൾ ആ അമ്മയുടെ താലത്തിൽ 1 രൂപ വെച്ച് കൊടുത്തത് ഒരു നിമിഷം കണ്ണൻ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ആ അമ്മ അപ്പം ചോദിക്കുകയാണ്, എന്താ നീ ആലോചിക്കുന്നത് മോനെ, എന്താ ആലോചിക്കുന്നത് ചോദിക്കേ. ഒന്നുമില്ല എന്നിങ്ങനെ പറയണം. എന്നിട്ട് അതിന് ശേഷം 1 രൂപ താലത്തിൽ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പറയണം, ഞാൻ മോനെ
പിന്നെ മഹാലക്ഷ്മി വരുന്ന വരെ അത് അവിടെ ഇരിക്കുക എന്നിങ്ങനെ പറയണം കേട്ടോ. ആ ശരി എന്ന് പറഞ്ഞിട്ട് കണ്ണൻ ഇങ്ങനെ മഹാലക്ഷ്മി വരുന്നതും കാത്ത് നിൽക്കണം കേട്ടോ. അതേസമയം കണ്ണൻ മഹാലക്ഷ്മി വരുന്നത് നോക്കി നിൽക്കണം കേട്ടോ. ഭയങ്കര ഹാപ്പിയിലിരിക്കുകയാണ് കേട്ടോ കണ്ണൻ. മഹാലക്ഷ്മി പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം വരുമ്പോൾ ദാ നോക്ക് എന്തത്ര സന്തോഷം എന്നിങ്ങനെ ചോദിക്കും. ദാ അത് നോക്ക്, അയാൾ തന്നെ അല്ലേ എന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് എവിടെ എവിടെ എന്ന് ചോദിക്കുന്നു. കണ്ണൻ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ആ അമ്മയെ കാണില്ല കേട്ടോ. കണ്ണൻ എന്നിട്ട് പറയും ഇവിടെ വന്നിരുന്നു, ഇങ്ങനെയാണ് താനും ഞാനും കാണുന്നത് ഒരേ ആളാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് ശരിയാണ്, ആ അമ്മയ്ക്ക് ദൈവിക ശക്തിയുണ്ട്, അതുകൊണ്ടാണ് ഒരു ഫോട്ടോ എടുത്തപ്പോഴും കൂടി അതിൽ പതിഞ്ഞില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അത് ദൈവിക ശക്തിയുള്ള അമ്മയാണ് എന്നിങ്ങനെ പറയണം. അതേപോലെ കണ്ണൻ പറയുന്നുണ്ട് ആ അയ്യപ്പ വിഗ്രഹം അത് തൻ്റെ കയ്യിലുള്ള ആ അയ്യപ്പ വിഗ്രഹം അത് എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് വീണ അയ്യപ്പ വിഗ്രഹമാണെന്ന് തന്നെ എനിക്ക് എപ്പോഴും തോന്നുന്നത് മഹി എന്നിങ്ങനെ പറയണം കേട്ടോ. താനത് എവിടുന്നാണ് വാങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ മഹി അത് ഞെട്ട് കണ്ടിട്ടില്ല, ഞാനത് കണ്ണേട്ട കടയിൽ നിന്നാണ് വാങ്ങിയത് എന്ന് പറയും. അത് ശരിയായിരിക്കാം, പക്ഷെ അത് പുതിയ അയ്യപ്പ വിഗ്രഹമല്ലേ, ആരെങ്കിലും അത് എടുത്ത് കൊണ്ടുവന്ന് വെച്ച് കടയിൽ വെച്ചിട്ട് താൻ അവിടുന്ന് വാങ്ങിയതായിരിക്കും. എനിക്ക് എന്തായാലും ശരി തൻ്റെ കയ്യിലുള്ള തൻ്റെ ആ പൂജ റൂമിലിരിക്കുന്ന ആ വിഗ്രഹം അത് എൻ്റെ കയ്യിൽ ആ വിഗ്രഹം തന്നെയാണെന്നാണ് എൻ്റെ ഉറപ്പ് എന്നിങ്ങനെ പറയും. അല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ശരി എന്നാൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് കണ്ണനും മഹിയും കൂടി പോവുകയാണ് കേട്ടോ. പിന്നീട് അതേസമയം മാർക്കോ ഇങ്ങനെ കിടക്കുകയായിരിക്കും. അതേസമയം പോലീസുകാരൻ വന്നിട്ട് ഇങ്ങനെ മാർക്കോട് ബുക്ക് കൊടുത്തിട്ട് പറയും എന്നാൽ താൻ ഭയങ്കര ബുക്ക് വായിക്കണ ആളല്ലേ, എന്നാൽ താൻ വാങ്ങിക്കോ, ഉറങ്ങിയിട്ടില്ലേ ചോദിക്കും. ഇല്ല ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന്. ഇതൊക്കെ പിന്നെ ചെയ്യാൻ പാടില്ല, എങ്കിലും താൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹായം ചെയ്തതല്ലേ, അതുകൊണ്ടാണ് ഞാൻ തനിക്ക് ഈ ബുക്ക് കൊണ്ടു തന്നത് എന്ന് പറയണം കേട്ടോ. അതിനുശേഷം പറയണം തനിക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് കാരണം നാളെ അല്ലാതെ മറ്റന്നാളാണ് കോടതിയിലേക്ക് ആക്കുക എന്നിങ്ങനെ പറയണത്. എന്നിട്ട് ഒരു കാര്യമില്ലല്ലോ സാറേ, നാളെയാണെങ്കിലും മറ്റന്നാളാണെങ്കിലും ഒരേ സംഭവം തന്നെയല്ലേ നടക്കുക, അതിന് തെളിവാടാ വേണ്ടത്, കോടതിക്ക് തെളിവാണ് വേണ്ടത്. അവൻ 2 പെണ്ണുങ്ങളെയും കൊണ്ടുവന്നിട്ട് ഈ പെണ്ണ് കേസല്ലേ അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മാർക്കും അങ്ങനെ ആലോചിച്ചിട്ട് പറയണം സാർ എന്തായാലും ഒരു കാര്യം ചെയ്യും, സാർ എന്നെ ഇന്ന് രാത്രി ഒന്ന് പുറത്ത് വിടൂ, എങ്കിൽ ഞാൻ അവരുടെ നാളേക്കൊരു മാർഗമാകും, നാളെ എന്തായാലും ഒരു തീരുമാനമാകും, സാർ ഒരു ദയവ് ചെയ്ത് എന്നെ ഇന്ന് രാത്രി വിടുമോ എന്ന് ചോദിക്കണം. അത് കേൾക്കും പോലീസുകാരൻ ചോദിക്കുന്നു താൻ എനിക്ക് തന്നെ പണി ഉണ്ടാക്കുവാണോ എന്നിങ്ങനെ ചോദിക്കും.